എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ഒരു കണ്ടുപിടുത്തം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചേർന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ഇരുമ്പിനാണ്. അങ്ങനെ എല്ലാ ആളുകളും ചെന്ന് ഇരുമ്പിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചിറങ്ങിയതാ, പക്ഷേ ഞങ്ങൾ അവസാനം കണ്ടെത്തി ഇരുമ്പ് നിനക്കാണ് ഏറ്റവും വലിയ ശക്തി. ഇരുമ്പ് പറഞ്ഞതേ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ളത് എനിക്കാ. എന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഓർത്തിരുന്നത്, പക്ഷേ തീയുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. തീ എന്നെ ഉരുക്കിക്കളയും. എന്നേക്കാൾ ശക്തിയുള്ളത് തീക്കാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് തീയുടെ അടുക്കൽ ചെന്നു. തീ പറഞ്ഞു, എന്നേക്കാൾ ശക്തിയുള്ളത് വെള്ളത്തിനാണ്. അങ്ങനെ വെള്ളത്തിൻ്റെ അടുക്കൽ ചെന്നു. വെള്ളം പറഞ്ഞു, എന്നേക്കാൾ ശക്തിയുള്ളത് സൂര്യൻ്റെ ചൂടിനാ. സൂര്യൻ്റെ ചൂട് പലപ്പോഴും എന്നെ പറ്റിച്ചു കളയും. അപ്പോൾ അങ്ങനെ സൂര്യൻ്റെ അടുക്കൽ ചെന്നു. സൂര്യൻ പറഞ്ഞു, അതെ, ഏറ്റവും വലിയ ശക്തിമാണ് ഞാനാ, പക്ഷേ എന്നെ മറയ്ക്കുന്ന മേഘപ്പാടുകളുണ്ട്. എന്നാൽ അങ്ങനെ മേഘപ്പാടുണ്ട് ചെയ്തു. മേഘപ്പാട് പറഞ്ഞു, അതെ, ഞാൻ ഏറ്റവും ശക്തിമാനാ, പക്ഷേ എന്നെ അവിടെ നിന്ന് മാറ്റിക്കളയുന്ന ശക്തമായ കാറ്റിന് മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അപ്പം എന്നേക്കാൾ ശക്തിമാൻ കാറ്റാണ്. അങ്ങനെ കാറ്റിനിടയ്ക്ക് കാറ്റ് പറഞ്ഞു, അതെ, എന്നേക്കാൾ ശക്തിയുള്ളത് വലിയ മലകൾ എന്നെ തടഞ്ഞു നിർത്തും. മലകൾ പറഞ്ഞു, ഏറ്റവും വലിയ ശക്തിയുള്ളത് എനിക്കാ, പക്ഷേ മനുഷ്യർ എന്നെ വലിയ ചാക്കി കൊണ്ട് കമ്പി കൊണ്ട് എന്നെ തകർത്ത് കളയും. അപ്പം എന്നേക്കാൾ ശക്തിയുള്ളത് മനുഷ്യനാണ്. അങ്ങനെ മനുഷ്യൻ്റെ അടുക്കൽ ചെന്നു. മനുഷ്യനെ നമ്മളെല്ലാവരും പറഞ്ഞതേ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ നമ്മളാണ്. അനേക കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു. പക്ഷെ മരണത്തിന് മുമ്പിൽ നമ്മൾ സർവരും മുട്ടുമടക്കും. പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണ്? അവർ പറഞ്ഞു, നമ്മളെല്ലാം ഒരുമിച്ച് പറയും, മരണമാണ്. അതല്ലേ കവിത്രിവാടിയിലെ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ